അമ്മയുടെ അമരോത്ഭവം, അമ്മയെ പുനരുത്ഥാനത്തിന് പ്രഥമ സാക്ഷിയായി ഉയർത്തുന്ന അതും തിരുവുത്ഥാനവും തമ്മിൽ ബന്ധപ്പെട്ടതാണ്. ഇതിൻ്റെ അകത്ത് ജഡികമായ യാതൊരു വിഷയങ്ങളുമില്ല, എല്ലാം ആധ്യാത്മിക വിഷയങ്ങളാണ്. ആധ്യാത്മിക പ്രസരിപ്പിലും അതുപോലെ തന്നെ ആധ്യാത്മിക സൂര്യ തേജസ്സിലും നിഴലില്ലാതെ പോകുന്ന ഒരവസ്ഥയാണ് അമലോത്ഭവം, നിഴൽ വീശാത്തത്. ജഡത്തിൻ്റെ നിഴൽ വീശാത്ത സൂര്യ തേജസ്സായി സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ, 12 നക്ഷത്രങ്ങളുടെ കിരീടം ചൂടിയ, സ്വർഗ്ഗങ്ങളുടെ രാജ്ഞിയായി വിരാജിക്കപ്പെടുന്ന പരിശുദ്ധമാണ് ദേവമാതാവിൻ്റെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ, ഇരുളടഞ്ഞ ജീവിതത്തെ പ്രഭാപൂരിതമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.